Okay, dear students, all of you, mark your attendance in the chat box now. Halim, you can happy alla Halim inne? Halim ഭയങ്കര happy ആണെന്ന് തോന്നല്ലോ. മക്കളെ എപ്പോൾ എടുത്തോ? Page number 24, air pressure. In the previous class, we have learned about structure of atmosphere. Structure of atmosphere already learned. Which are the structure of atmosphere? Troposphere, stratosphere, mesosphere, thermosphere, and exosphere. Troposphere is the most important layer of the atmosphere. Its height is about 13 kilometers. Then stratosphere is just above the troposphere. Its height is about 50 kilometers. Then next mesosphere. Mesosphere is just above the stratosphere. Its height is about 80 kilometers. Then thermosphere. Thermosphere is just above the mesosphere. Its height is about 80 to 400 kilometers. Last one is exosphere. Exosphere is the uppermost layer of atmosphere. It is known as exosphere. Yes. Next one, air pressure. Temperature already discussed. Next one, air pressure. എന്താ ഫ്രാസേ? മിസ് ഇന്ന് എക്സാം ഉണ്ടായിട്ടേ. പിന്നെ എക്സാം ഇല്ലാതെ അന്നേരം ഞാൻ 25 മാർക്കിൽ 90 മാർക്ക് കിട്ടിച്ചു. ഫുള്ള് ശരിയാവുന്നുണ്ട്. ശരിയാണെങ്കിൽ പിന്നെ എന്തായാലും മാർക്ക് കിട്ടാതിരിക്കൂടാ. അങ്ങനല്ല, പക്ഷേ 90 മാർക്ക് ഉണ്ട്. നോക്കാം, മിസ് ചെക്ക് ചെയ്യാട്ടോ. കുറച്ച് കഴിയുമ്പോ ഫ്രീ ആകുമ്പോ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല മക്കളെ. 4 മണിയാകുമ്പോഴേ ഫ്രീ ആവുള്ളൂ. ഹരിനന്ദേ, മിസ് എനക്കും 24 മാർക്ക് ഉണ്ടല്ലോ, 1 മാർക്ക് അവിടെ പോയി കാണുന്നില്ല. അതില് നോക്കിട്ട് പറയാട്ടോ മിസ്, ചെക്ക് ചെയ്യാം. റെഡ് കളറിൽ വരില്ലാടാ. റെഡ് കളറിലല്ല മോനെ, ഇപ്രാവശ്യം റെഡ് കളറിൽ വരുന്നില്ല. സൈഡിലൂടെ അതിന്റെ സൈഡിൽ 0/1 അങ്ങനെ കാണിക്കുന്നില്ലേ? അവിടെ 1/1 അങ്ങനെ കാണിക്കുന്നവർക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങളുടെ എക്സാം അല്ല ആൻസർ തെറ്റാണെന്നുള്ളത് അങ്ങനെ മനസ്സിലാവുന്നു. ഇപ്പൊ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓരോന്ന് മാറി ആൻസർ മാത്രമേ ഒരു ഡൗട്ട്. അത് ശരിക്കും ഞാൻ നോക്കിയില്ല. എന്തായിരുന്നു ജസ്റ്റിസേ? ആദ്യമൊക്കെ മിസ് ഒന്നൊത്തും തെറ്റിക്കഴിയുമ്പോ ആൻസർ കാണിക്കുന്നു, ഇപ്പൊ കാണത്തില്ല. ഇപ്പൊ കാണൂല. അത് തന്നെ എനിക്ക് മനസ്സിലാവും. നമ്മളത് ഓരോ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. നമ്മൾ മൊബൈലായാലും കാണുന്നില്ലേ, അപ്ഡേഷൻ കൊടുക്കുമ്പോ അങ്ങനെ ആയിരിക്കും. ഓക്കെ, എന്താടാ ഹെവനെ, എന്നെ ഒന്ന് ലെസൺ എടുക്കാൻ വിടടാ കുട്ടാ. മിസ്സേ, അത് കോപ്പി അടിക്കാണ്ടിരിക്കാനല്ലേ രണ്ടാമത് എക്സാം എഴുതാൻ? അത് തന്നെ നിന്നെ ഉദ്ദേശിച്ച് അങ്ങനെ ആക്കിയതല്ലേ? നിന്നെ മാത്രം ഉദ്ദേശിച്ച് അല്ല. എന്തേടാ അങ്ങനെ പറയാതെ, നിന്നെ മാത്രം ഉദ്ദേശിച്ചാടാ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, അവിടെ നിക്ക്. ഓക്കെ മോനെ. ഇപ്പൊ നെക്സ്റ്റ് എയർ പ്രഷർ. അടുത്ത എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുക കേട്ടോ, തെറ്റിക്കാതെ എഴുതാം. എയർ പ്രഷർ. You will be surprised to know that air above us presses with a great force on our bodies. However, we don't even feel it. This is because the air presses up from all directions and our body exerts a counter pressure. Air pressure is defined as the pressure exerted by the weight of air of the Earth's surface. As we go up the layers of atmosphere, the pressure falls rapidly. The air pressure is highest at sea level and decreases with weight. Horizontally, the distribution of air pressure is influenced by the temperature of air at a given place. In areas where temperature is high, the air gets heated and rises. This creates a low pressure area. Low pressure is associated with cloudy skies and wet weather. You will be surprised. നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്ത്? To know that air above us presses us with a great force on our body. നമുക്കറിയാം എന്താ എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ എയർ പ്രഷർ എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എയർ പ്രഷർ? എന്താ ജുവാന എയർ പ്രഷർ എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് പാരഗ്രാഫ്? സേ ഇൻ മലയാളം, നോ പ്രോബ്ലം.
ഫസ്റ്റ് പാരഗ്രാഫ്. എയർ പ്രഷർ എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ അല്ലേ? എയർ പ്രഷർ എന്ന് പറയുമ്പം അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ അല്ലേ? അതെ. അതെന്താ? യു വിൽ ബി നോട്ട് സർപ്രൈസ്ഡ് ടു നോ ദ എയർ. എന്താ അത്? എന്താ അവിടെ പറയുന്നേ? അതായത് നമ്മുടെ എയർ നമ്മുടെ ബോഡിയിൽ ഒരു ഗ്രേറ്റ് ഫോഴ്സ് ആയിട്ട് മിങ്കിളാണ്, അങ്ങനെയല്ലേ? അങ്ങനെയാണോ? എന്തോ നമ്മുടെ ജസ്റ്റിസ് പറയുന്നുണ്ട്, നോക്കാം. എന്താ ജസ്റ്റിസേ? വായു സമ്മർദ്ദം അല്ലേ? വായു സമ്മർദ്ദം, മലയാളത്തിൽ വായു സമ്മർദ്ദം. എന്താടാ ഹെവനെ? വായു നമ്മളെ തള്ളുന്നല്ലേ? ആണോ? അതെ അല്ലേ? അപ്പൊ അത് മനസ്സിലായി അല്ലേ എല്ലാവർക്കും? അവൻ തള്ളി മറിക്കും. അത് തന്നെ, ഗ്രൂപ്പ് തള്ളി മറിക്കും. ഇപ്പൊ അവൻ നമ്മുടെ ക്ലാസ്സിനെ ഇപ്പൊ അവൻ തള്ളി മറിക്കും. അതിനിടയിൽ നിങ്ങൾ സെൽഫി ഒക്കെ കണ്ടിരുന്നല്ലോ, ആരുടെയോ DP? ആരുടെയോ DP ഒക്കെ കണ്ടു. ഞാനത് എന്താ പറയാ, ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഗ്രൂപ്പിലേക്ക് ഇടാം. ഹെവൻ, സി വിഷ്ണു, ജസ്റ്റിസ് ഒരുമിച്ചല്ലേ? സെൽഫി സൂപ്പറായി. Okay, you will be surprised to know that air pressure expresses with a great force on our bodies. Air pressure എന്ന് പറഞ്ഞാൽ എന്താ? Air pressure is defined as the pressure exerted by the weight of air on the earth surface. Air pressure എന്ന് പറഞ്ഞാല് air pressure exerted by the weight of air. വായുവിന്റെ weight on the surface of the earth surface. As we go up the layers of atmosphere, the pressure falls rapidly. നമുക്കറിയാം, layers of atmosphere മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? The pressure falls rapidly. പെട്ടെന്ന് പ്രഷർ ഫോളോ ചെയ്യും അല്ലെ, കുറയും. Then the air pressure is the highest at sea level. Sea level എയർ പ്രഷർ ഏറ്റവും കൂടുതലുണ്ട്. Decreases with height. എന്ത് ചെയ്യും? ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എയർ പ്രഷർ കൂടുവോ കുറയോ? കുറയും. യെസ്. Then ഇത്രയും കാര്യം മാത്രം നിങ്ങൾ അവിടെ ഓർമ്മിക്കുക. എയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നമ്മൾ ടെമ്പറേച്ചർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ എയർ പ്രഷർ എന്താണെന്ന് ഒന്ന് മാർക്ക് ചെയ്തോ. എയർ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് എയർ ഓൺ ദ എർത്ത് സർഫേസ്. പ്ലീസ് പുട്ട് ഇൻ എ ബ്രാക്കറ്റ്. എയർ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് the pressure exerted by the weight of air on earth surface. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന വെയിറ്റ് ഓഫ് എയറിനെയാണ് നമ്മൾ എന്ത് പറയാ? എയർ പ്രഷർ എന്ന് പറയാം. ആസ് വി ഗോ അപ്പ് ദ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ദ പ്രഷർ ഫോൾസ് റാപ്പിഡ്ലി. പെട്ടെന്ന് പ്രഷർ താഴ്ന്നു പോകും. അപ്പൊ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറയും. Then ഇനി അടുത്ത പാരഗ്രാഫ്. ഇൻ ഏരിയാസ് ഹാവിംഗ് lower temperature the air is cold. It is therefore heavy air sinks and creates a high pressure area. High pressure is associated with clear and sunny skies. ഒരു കാര്യം ഞാൻ അതിനു മുമ്പ് പറയാം. വെതർ ആൻഡ് ക്ലൈമറ്റിൽ നമ്മൾ പഠിക്കേണ്ട മെയിൻ ആയ കാര്യം ഒന്ന് വാട്ട് ഈസ് ടെമ്പറേച്ചർ, ദെൻ വാട്ട് ഈസ് പ്രഷർ, വാട്ട് ഈസ് വിൻഡ്. ഈ 3 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. എന്താ? ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെക്കാം കേട്ടോ. പറഞ്ഞ മനസ്സിലായോ? ഒരുപാട് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. കാരണം ഓൺലൈൻ എക്സാം ആണ്, ഓൺലൈൻ ക്ലാസ് ആണ്, മുഴുവൻ കവർ ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എടുക്കുന്നില്ല. അതിൽ അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ടെമ്പറേച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ അടുത്ത് നമ്മൾ എയർ പ്രഷർ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. എന്താ എയർ പ്രഷർ എന്ന് പറഞ്ഞാല്? എയർ പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വെയിറ്റ് ഓഫ് എയർ ഓൺ എർത്ത് സർഫേസ്. ഗോട്ട് ഇറ്റ്? അത് ബ്രാക്കറ്റിൽ ഇട്ടോ ആതിര? ഓക്കെ. ഇനി അടുത്തത് വിൻഡ് എന്താന്ന് നോക്ക്. വിൻഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? ദ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ ഈസ് കോൾഡ് the movement of air. The movement of air from high pressure area to low pressure area. High pressure area യിൽ നിന്ന് low pressure ഏരിയയിലേക്കുള്ള മൂവ്മെന്റിനെയാണ്, എയറിന്റെ മൂവ്മെന്റിനെയാണ് എന്ത് പറയാ? വിൻഡ് എന്ന് പറയാ. മനസ്സിലായോ?
The movement of air from high pressure area to low pressure area is called wind. Then air pressure is defined as the pressure exerted by the weight of air on earth surface. ഈ രണ്ട് കാര്യങ്ങൾ പഠിക്കുക. രണ്ടും ഒന്ന് ബ്രാക്കറ്റ് ഇട്ട് വെച്ചേ, മാർക്ക് ചെയ്ത് വെച്ചാട്ടെ all of you. കിട്ടില്ലേ? ഇപ്പൊ വിൻഡ് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ഏരിയ ടു ലോ പ്രഷർ ഏരിയ. ദെൻ ഇവിടെ winds can be classified into 3 types. 3 ടൈപ്സ് വിൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാ? 3 types of winds are permanent wind, seasonal wind, local winds. Permanent wind, seasonal wind, local winds. I repeat once more. The movement of air pressure from high pressure area to low pressure area is called wind. Wind can be divided into 3 categories. Wind can be divided into 3 types. First one, permanent wind, seasonal wind, and local winds. Permanent wind, seasonal wind, local winds. What is permanent winds? The trade winds, westerlies and easterlies are the permanent winds. These blow constantly throughout the year in a particular direction. അതായത് ഒരു വർഷത്തിലെ ഒരു പ്രത്യേക ദിശയിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനാണ് എന്ത് പറയാ? പെർമനന്റ് വിൻഡ് എന്ന് പറയാ. അത് മാറില്ല, ഒരേ ദിശയിൽ തന്നെ അല്ലെ. പർട്ടിക്കുലർ പ്രത്യേക ദിശയിൽ വീശിക്കൊണ്ടിരിക്കുന്ന, പ്രത്യേക ഡയറക്ഷനിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെയാണ് പെർമനന്റ് വിൻഡ് എന്ന് പറയാം. അപ്പൊ പെർമനന്റ് വിൻഡ് എന്ന് പറഞ്ഞാൽ ട്രേഡ് വിൻഡ്സ് ആണ്. പെർമനന്റ് വിൻഡ്, ദ ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലൈസ് ആൻഡ് ഈസ്റ്റർലൈസ് ആർ പെർമനന്റ് വിൻഡ്. വെസ്റ്റർലൈസ്, ഈസ്റ്റർലൈസ് വിൻഡിനെയാണ് നമ്മൾ പെർമനന്റ് വിൻഡ് എന്ന് പറയാ. These wind blow constantly throughout the year in a particular direction. ആതിര മനസ്സിലായോ? അല്ല, ഒരു വർഷത്തിലെ ഒരേ ദിശയിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റിനെ, പെർട്ടിക്കുലർ ഡയറക്ഷനിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? പെർമനന്റ് വിൻഡ് എന്ന് പറയാ. Then next one is seasonal wind. These winds change their direction in different seasons. For example, monsoons in India. രണ്ടാമത്തത് സീസണൽ. സീസണൽ വിൻഡ് എന്ന് പറഞ്ഞാല് വിൻഡ് ചേഞ്ച് ദർ ഡയറക്ഷൻ. എന്ത് ചെയ്യും? കാറ്റ് അതിന്റെ ദിശ മാറ്റിക്കൊണ്ടിരിക്കും, ഡയറക്ഷൻ മാറ്റും. ഇതിനനുസരിച്ച്? സീസണിനനുസരിച്ച്. സീസൺ മാറുമ്പോൾ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും അല്ലെ. ചില സമയത്ത് നമ്മൾ കേൾക്കാറില്ലേ, പടിഞ്ഞാറ് വശത്തുനിന്ന് കാറ്റ് വീശുന്നൊക്കെ വലിയ വയസ്സുള്ള ആൾക്കാർ പറയാറില്ലേ, ഓ പടിഞ്ഞാറൻ കാറ്റാണ് ഇപ്പൊ, കിഴക്കൻ കാറ്റാണെന്നൊക്കെ. യെസ്. അപ്പൊ സീസണൽ വിൻഡ് എന്ന് പറഞ്ഞാൽ സീസണൽ വിൻഡ് ചേഞ്ച് ദർ ഡയറക്ഷൻ ഇൻ ഡിഫറെന്റ് സീസൺസ്. ഓരോ സീസണിലും അതിന്റെ കാറ്റിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കും. Then third one is local winds. Local winds, these blow only during a particular period of day or year in a small area. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഉണ്ടാവുന്ന കാറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോക്കൽ വിൻഡ് എന്ന് പറയാം. ലോക്കൽ വിൻഡ് മീൻസ് a local wind blow only during a particular day or year in a small area. ഒരു ചെറിയ ഏരിയയിൽ, ഒരു ചെറിയ സ്ഥലത്ത് പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇയറിൽ വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ലോക്കൽ വിൻഡ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ലൂ. ഓൾറെഡി വി സ്റ്റഡീഡ് അബൌട്ട് ലൂ. ഓൾറെഡി വി ഹേർഡ് അബൌട്ട് ലൂ. ലൂ ഈസ് എ ലോക്കൽ വിൻഡ്. എക്സാമ്പിൾ ഓഫ് ലോക്കൽ വിൻഡ് ഈസ് ലൂ. ഗോട്ട് ഇറ്റ്? I repeat once more. Today's class we learned about what is air pressure, what is wind, what are the types of wind. Repeat once more, all of you. Please listen me. Air pressure is defined as the pressure exerted by the weight of air on the earth's surface. Then wind, the movement of air from high pressure area to low pressure area is called wind. Wind can be divided into 3 types: permanent wind, seasonal wind, local wind. Permanent wind എന്ന് പറഞ്ഞാൽ എന്താ permanent wind എന്ന് പറഞ്ഞാല്? Permanent wind, trade winds, westerlies and easterlies are permanent wind. Permanent wind blow constantly throughout the year in a special direction or in a particular direction. Then seasonal wind is the another type of wind. Seasonal wind blowing a particular, seasonal wind blowing or change the direction in different seasons. എന്ത് ചെയ്യും? കാറ്റ് അതിന്റെ ദിശ മാറ്റിക്കൊണ്ടിരിക്കും. കിഴക്കുന്നായിരിക്കാം, ചിലപ്പോൾ പടിഞ്ഞാറുന്നായിരിക്കും, ചിലപ്പോൾ വടക്കുന്നായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഡയറക്ഷൻ മാറ്റിക്കൊണ്ടിരിക്കും. ഏതിനനുസരിച്ച്? സീസൺ മാറുന്നതിനനുസരിച്ച്. ദെൻ മൂന്നാമത്തത് ലോക്കൽ വിൻഡ്. ലോക്കൽ വിൻഡ് എന്ന് പറഞ്ഞാല് ലോക്കൽ വിൻഡ് ബ്ലോ
only a particular day or year in a small area. ഒരു ചെറിയ ഏരിയയില് പ്രത്യേക ദിവസം പ്രത്യേക വർഷം വീശുന്ന കാറ്റിനെയാണ് നമ്മൾ ലോക്കൽ വിൻഡ് എന്ന് പറയാ. ലോക്കൽ വിൻഡിന്റെ എക്സാം ലൂ. മനസ്സിലായോ? ഒന്ന് വായിച്ചു നോക്കിയാട്ടെ. പായലിന് എത്ര മാർക്ക് കിട്ടി മോളെ എക്സാമിന്? പായൽ, how many marks got in social exam? Payal Chauhan? 16. What happened? Where is your 9 marks? Huh? Okay. മനസ്സിലായോ? ഈ ലെസണിൽ നമ്മൾ മെയിനായി എന്തൊക്കെ കാര്യമാണ് പഠിച്ചത്? എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായി നമ്മൾ പഠിച്ചത്? ഒന്ന്, കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. കോമ്പോസിഷൻ അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഈസ് 78%. Then carbon dioxide is 0.03%. Argon 0.93%. Then other gases are 0.04%. Then plentiful gas is nitrogen. Second one is oxygen. Then pinna parnu structure of the atmosphere. There are 5 structures. First one, troposphere, stratosphere, mesosphere, thermosphere, exosphere. Then we discussed about weather and climate. What is weather and what is climate? Already learned. Then temperature. The temperature എന്ന് പറഞ്ഞാല് എന്താ? Degree of hotness and coldness of the air is known as temperature, isn't it? അല്ലേ? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ആൻഡ് കോൾഡ്നെസ്, ചൂടിന്റെയോ തണുപ്പിന്റെ അളവിനെയല്ലേ നമ്മള് ഡിഗ്രീനെയല്ലേ നമ്മൾ എന്താ പറയാ ടെമ്പറേച്ചർ എന്ന് പറയാ. ഇന്ന് 26 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ ഇന്ന് 32 ഡിഗ്രി ടെമ്പറേച്ചർ ആണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പൊ കോൾഡ്നെസ് ആൻഡ് ഹോട്ട്നെസ്, ഡിഗ്രി ഓഫ് കോൾഡ്നെസ് ആൻഡ് ഹോട്ട്നെസ് ഓഫ് the air is known as temperature. Then air pressure means the pressure exerted by the weight of air on the earth's surface. Then next one, wind means the movement of air from high pressure area to low pressure area. Wind can be divided into 3: permanent wind, then seasonal wind and local wind. വായിച്ചു നോക്കിയാട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്. Next one, we want to study one more topic, that is moisture. What is moisture? എന്താ മക്കളെ മോയിസ്ചർ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ എന്താ പറയാ മോയിസ്ചർ എന്ന് പറഞ്ഞാല്? എന്താ മോയിസ്ചർ എന്ന് പറഞ്ഞാല് ശ്രീ വിഷ്ണു? ഈർപ്പം അല്ലേ? ഡെൽവിൻ പറഞ്ഞു ഈർപ്പം, നനവിനെയാണ് നമ്മൾ മോയിസ്ചർ എന്ന് പറയാം. നോക്കാം. When water evaporates from the land and different water bodies, it becomes water vapor. Moisture in the air at any time, it is known as humidity. When the air is full of water vapor, we call it a humid day. As the air gets warmer, its capacity to hold the water vapor increases, and so it becomes more and more humid. On a humid day, clothes take longer to dry, and sweat from our body does not evaporate easily, making us feel very uncomfortable. നമുക്കറിയാം ഹ്യൂമിഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താ? ഫുള്ള് മഞ്ഞുള്ള ദിവസം അല്ലെ, നല്ല തണുപ്പുള്ള ദിവസം, നനവുള്ള ദിവസം. ആ ദിവസം എന്താ പ്രത്യേകത? ഡ്രസ്സ് മുറ്റത്തിട്ട് വേഗം ഉണങ്ങുമോ? ഉണങ്ങോ ഹ്യൂമിഡ് ഡേയില്? ഇല്ല. ഡ്രസ്സൊന്നും വെയിലത്തിട്ട് കഴിഞ്ഞാൽ അല്ലെ പുറത്തിട്ട് കഴിഞ്ഞാൽ ഉണങ്ങാനൊന്നും പെട്ടെന്ന് ഉണങ്ങോ? ഇല്ല. ഹ്യൂമിഡ് ഡേയിൽ നമുക്കറിയാം ഡ്രസ്സൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നത് ആ വെള്ളത്തിന്റെ ഡ്രസ്സിന്റെ നനവൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ വാട്ടർ വേപ്പർ, മോയിസ്ചർ ഇതൊക്കെ എന്താണെന്ന് അല്ലേ? ഹ്യൂമിഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ മോയിസ്ചർ എന്ന് പറഞ്ഞാൽ ഈർപ്പം എന്നാണ് അർത്ഥം. ഓക്കെ,
നമുക്കറിയാം ഡ്യൂറിങ് ദി ഡേ ടൈം അല്ലെങ്കിൽ നല്ല ഉച്ച സമയത്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഉണങ്ങാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ? പ്രത്യേകിച്ച് മെഷീനിലൊക്കെ അലക്കി പിഴിഞ്ഞതാണെങ്കിൽ ഒന്ന് വെയിലത്തിട്ടാൽ പെട്ടെന്നത് ഉണങ്ങി കിട്ടും. അല്ല നമ്മൾ സാധാരണ അലക്കിയതായാലും നല്ലവണ്ണം പിഴിഞ്ഞിട്ടാണ് വെയിലത്തിടുന്നതെങ്കിൽ അരമണിക്കൂറൊക്കെ കൊണ്ട് നമ്മുടെ ഡ്രസ്സ് ഉണങ്ങി കിട്ടും അല്ലേ? പക്ഷേ ഹ്യൂമിഡ് ഡേയിലാണെങ്കിൽ നമ്മൾ എത്ര പിഴിഞ്ഞിട്ട ഡ്രസ്സ് ആയാലും അതിന്റെ നനവ് മാറിക്കിട്ടാൻ ടേക്സ് ടൈം, ഒരുപാട് സമയം എടുക്കും അല്ലേ? അല്ല മക്കളെ? ആതിര, ഹെവൻ, ഡെൽവിൻ, അഫ്രാസ്, ആരോമൽ, ഹരിനന്ദ്. ഓക്കെ, ഇപ്പൊ എന്താണ് ഹ്യൂമിഡിറ്റി നമ്മൾ പറഞ്ഞു. എന്താ ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാല് when water evaporates from the land and different water bodies, it becomes water vapor. Moisture in the air at any time, it is known as humidity. Water vapors, water evaporates from land. ഭൂമിയിലുള്ള water evaporates ചെയ്യുന്നു and different water bodies. It becomes